ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാള കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി കടുത്തുവ കൊണ്ട് നമുക്കൊരു തോരൻ വയ്ക്കാൻ പോകണം. അധികമാർക്കും അറിയാത്ത എന്നാൽ കഴിക്കാൻ നല്ല രുചിയുള്ള ചീരയെപ്പോലെ നല്ല രുചിയുള്ള ഒരു ഇലയാണിത്. കടുത്തുവ നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ നിറയെ ഈ മഴക്കാലത്തൊക്കെ നിറയെ ഉണ്ടാവും. ചൊറിയുന്ന കാരണത്താൽ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോലും പോകാറില്ല. പക്ഷേ അതിന് ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങളുണ്ട്. നല്ല ഔഷധ മൂല്യമുള്ള ഒരു ഇലയാണിത്. നമുക്കിതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഈ ഇല പറിക്കുമ്പോഴും കഴുകുമ്പോഴും നമ്മുടെ കൈ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ ആ മുള്ള പോലത്തുള്ള മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു ചെറിയൊരു രോമമുണ്ട്, അത് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ അങ്ങനെ ചൊറിയാൻ തുടങ്ങും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കഴുകിയെടുക്കുക. ഓക്കെ, മതിയാവും. ഇനി നമ്മൾ ഇതിനെ മുറത്തിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ ഇല മാത്രമാണ് ഞാനിവിടെ കറി വയ്ക്കാൻ എടുക്കുന്നത്, തണ്ട് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ ഇലയൊക്കെ ഞാൻ വേർതിരിച്ചെടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നന്നായിട്ട് അതിനെ ഇങ്ങനെ റൗണ്ട് ഷേപ്പായിട്ട് നമുക്കിങ്ങനെ മടക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇലകളെല്ലാം മുറിച്ച് കഴിയുമ്പോൾ ഏകദേശം ഇത്രയും വരുന്നുണ്ട്. പക്ഷേ ഇത്രയും ഉണ്ട് കൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരാവി കിട്ടുമ്പോൾ തന്നെ ഈ ഇലയെല്ലാം ചുരുങ്ങിക്കോളും. ഇതിനായി 20ഓളം ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതൊന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ 4 പച്ചമുളക് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കിതിനെ ചതച്ചിടാണെങ്കിൽ ചതച്ചിടാം, അല്ലെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്തിടാം. ഇനി ചൂടായ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊന്ന് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 3 വറ്റൽമുളക് അത് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറുവേപ്പില അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഏകദേശം ഒന്ന് പൊട്ടി ലെവലായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒന്ന് തട്ടി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കാം. അത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. നമുക്ക് ബാക്കി നോക്കിയിട്ട് ബാക്കിയാണെങ്കിൽ ചേർക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒന്ന് വാടി കിട്ടുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സാധാരണ നമ്മൾ തോരൻ വയ്ക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത് വയ്ക്കുന്നത്. നമ്മൾ കടുത്തുവയാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി കിട്ടുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതിയാകും. ഇനി നമ്മൾ ചിരകി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. അതും ഇതേപോലെ തന്നെ ഒന്ന് വാടി കിട്ടുന്ന രീതിക്കൊന്ന് ഇതാക്കിയാൽ മതി. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഈ തോരൻ വയ്ക്കാൻ അധികം പൊടികളുടെ ആവശ്യമൊന്നുമില്ല. ഏകദേശം ഇത് ഈ ഒരു അളവിലൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കൂടി മുളക് പൊടി ഇട്ട് വെക്കാം. ഞാനിവിടെ ഒരു മുളക് പൊടിയും കൂടി ഒരു 1/4 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നല്ലപോലെ ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്ര മതിയാവും. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച ഇലയിട്ട് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിൻ്റെ ഒരു ആവി കൊണ്ടാൽ തന്നെ നമ്മുടെ ഈ ഇലയൊക്കെ ഒന്ന് ചുരുങ്ങി വന്നോളും. അത്രയും ഇല ഉണ്ടായിരുന്നു നയിക്കും. ഇപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു ആവി കൊള്ളുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് ആവി കൊണ്ടാൽ തന്നെ നമ്മളുടെ ഈ ഇലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചുരുങ്ങി വന്നോളും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് ആവിയേറ്റി എടുക്കാം. ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ കടുത്തുവ തോരൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ കടുത്തുവ തോരൻ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ച് നോക്കണം. അപാര ടേസ്റ്റാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്